വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. വിവിധ സ്കോളർഷിപ്പുകളോടുള്ള ഓൺലൈൻ അപേക്ഷ, കേരള PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി CUT, PG, UG ഉൾപ്പെടെയുള്ള വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ചില ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധയോട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുവാണ്. ഓക്കെ, അതിലൊന്നാമതായിട്ട് പറയാനുള്ളത് കേരള PSCയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് ആണ്. നേരത്തെ കേരള PSCയുടെ ഭാഗത്തു നിന്നും ഡിഗ്രി, അതേപോലെ തന്നെ PG, SSLC, +2 തുടങ്ങിയ വിവിധ ക്വാളിഫിക്കേഷൻ, എല്ലാ ക്വാളിഫിക്കേഷനുമുള്ള വിദ്യാർത്ഥി, അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 300-ൽ പരം പോസ്റ്റുകളിലോട്ടുള്ള ഓൺലൈൻ അപേക്ഷ നേരത്തെ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ PSCയുടെ ഭാഗത്തു നിന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. നിലവിൽ SSLC യോഗ്യത ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷകൾ, +2 യോഗ്യത ഉള്ളവർക്ക് മാത്രം, അത് +2 മിനിമം യോഗ്യത, അത് SSLC അതേപോലെ +2 യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തസ്തികകൾ, ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തസ്തിക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസിസ്റ്റൻറ്റ്, ഓഡിറ്റിംഗ് അസിസ്റ്റൻറ്റ് തസ്തിക ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തികകൾ, ഇനി +2 ലെവലുള്ള പോലീസ്, അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളോട്ടുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും തസ്തികകൾ, 300-ൽ പരം തസ്തികയുടെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 29 വരെയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 2-3 ദിവസങ്ങൾ മാത്രമാണുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ആ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇന്നും നാളെയും മറ്റന്നാൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റ് ഡേറ്റ് ജനുവരി 29 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിലവിൽ SSLCയും അതേപോലെ തന്നെ +2ഉം ഡിഗ്രിയും വിവിധ എല്ലാ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ BSc നഴ്സിംഗ്, അതേപോലെ തന്നെ GNM, ഇത്തരത്തിലുള്ള നോർമലായിട്ടുള്ള ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് തസ്തികകൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അതേപോലെ ടീച്ചിങ് മേഖലയിലൊക്കെ നോക്കുകയാണെങ്കിൽ PPTCയും അതേപോലെ തന്നെ DLED, അതേപോലെ BEd ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകൾ, HST, HSS ഉൾപ്പെടെയുള്ള ഒരുപാട് തസ്തികകൾ, പ്രത്യേകിച്ച് കോളേജ് ലെക്ചർ തസ്തിക ഉൾപ്പെടെയുള്ള വിവിധ പോസ്റ്റുകൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അത് എല്ലാവരും കൃത്യമായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും PSCയുടെ ഭാഗത്തു നിന്ന് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ട്. അവർക്ക് ഇനിയും സമയം നഷ്ടപ്പെടുത്തരുത്. ഇത്തരത്തിലുള്ള തസ്തികകൾ ഇനി വിളിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പല തസ്തികകളും വിളിക്കണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് PSCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ന്യൂ രജിസ്ട്രേഷൻ വഴി നിങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ കൊടുത്താൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാരണവശാലും ഈ പറയുന്ന തസ്തികളുടെയൊക്കെയും ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ 2 ദിവസം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആമുഖമായിട്ട് ഒന്നാമത്തെ കേരള PSCയുടെ അപ്ഡേറ്റ്സ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി. കാരണം രാജ്യത്തെ ആദ്യത്തെ 10 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒന്നായിട്ടുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അത് AMU എന്ന് വിളിക്കുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകൾ, അത് ഡിഗ്രി പ്രോഗ്രാമുകളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഓഫ് ക്യാമ്പസ്, അത് ഒരു സെൻറ്റർ നമ്മുടെ കേരളത്തിൽ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം കേന്ദ്രം ഉൾപ്പെടെയുള്ള വിവിധ സെൻറ്ററിലോട്ടുള്ള വിവിധ പ്രോഗ്രാമുകൾ, ഡിഗ്രി ലെവലുള്ള പ്രോഗ്രാമുകളുടെ അപേക്ഷ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ ഡേറ്റ് ജനുവരി 31 ഈ ഒരു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും സംശയമുണ്ടാവും, അലിഗഡ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി, അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ വിളിക്കുമ്പോൾ അത് സ്വാഭാവികമായും CUT UGയിലല്ലേ വിളിക്കുക? അങ്ങനെയാണെങ്കിൽ CUT UG രാജ്യത്തെ പ്രധാനപ്പെട്ട JNU ഉൾപ്പെടെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിവിധ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി തല എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ CUT UG ഫെബ്രുവരി 1st വീക്കിലാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ എന്താണ് ഡിഗ്രി നേരത്തെ വിളിച്ചതെന്ന് ചോദിക്കും. ശ്രദ്ധിക്കണം, ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ചില കോഴ്സുകളുടെ അപേക്ഷ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് വിളിക്കുക. അത്തരത്തിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 7-8ഓളം പ്രോഗ്രാമുകൾ ഡയറക്റ്റ് ഈ യൂണിവേഴ്സിറ്റി തന്നെ എക്സാം നടത്തിയിട്ട് നിയമനം കൊടുക്കുകയാണ് ചെയ്യുക. അതായത് എക്സാം നടത്തിയിട്ട് അഡ്മിഷൻ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതേപോലെ തന്നെ പകുതി സബ്ജക്റ്റുകൾ അലിഗഡ് യൂണിവേഴ്സിറ്റി CUT UGക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ
അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട 5-6 കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നമ്മുടെ കേരളത്തിലുള്ള മലപ്പുറം ക്യാമ്പസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് അത് BA LLB എന്ന് പറയുന്നത്. അപ്പോൾ BA LLB എന്ന് പറയുന്ന 5 വർഷത്തെ കോഴ്സ് +2 കഴിഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ 5 വർഷത്തെ LLB കോഴ്സ് BA LLB ചെയ്യുമ്പോൾ ഒരുപാട് സാധ്യതകളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ LLB എന്നുള്ള മേഖലയിലോട്ട് പോകുവാൻ താല്പര്യമുള്ളത് നിയമപരമായിട്ടുള്ള അത് അഡ്വക്കേറ്റ് മേഖലയിൽ കോടതി സംബന്ധമായിട്ടുള്ള അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള മേഖലയിലോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് 5 വർഷത്തെ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞവരൊക്കെ പലരും പല മേഖലയിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പവർ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ +2 നിലവിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന BA LLB ഉൾപ്പെടെയുള്ള മലപ്പുറം ക്യാമ്പസിൽ തന്നെ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് രാജ്യത്തെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ടീച്ചേഴ്സ് പ്രൊഫസറാണ് നിങ്ങൾക്ക് ക്ലാസ് നേതൃത്വം കൊടുക്കുക. മാത്രമല്ല രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ മലപ്പുറം ആണെങ്കിലും അലിഗഡ് ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ വിവിധ ഭാഷകൾ കൂടി വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന 5 വർഷത്തെ കോഴ്സ് കൂടി പഠിക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ മേഖലകളിലും നിയമപരമായിട്ടുള്ള മേഖലകളിൽ ഇടപെടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഉന്നതമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഈ 5 വർഷത്തെ BA LLB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ് ഈ മേഖലയിൽ താല്പര്യമുള്ളവരൊക്കെ ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് AMU എക്സാം AMU ജസ്റ്റ് ഗൂഗിൾ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ AMU controller.exam.com എന്നുള്ള ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചാൽ ജസ്റ്റ് AMU അഡ്മിഷൻ 2025 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു AMUയുടെ അഡ്മിഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മലപ്പുറം ക്യാമ്പസിൽ BA LLB ഉണ്ട്. ഇനി മറ്റു അലിഗഡ് യൂണിവേഴ്സിറ്റി വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള വിവിധ 6-7 സെൻറ്ററുകൾ കൂടിയുണ്ട്. അപ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അത് UP ആണ് ഇതിൻ്റെ മെയിൻ ഹെഡ്. അപ്പോൾ ഇതൊക്കെ ഓഫ് ക്യാമ്പസ് ആണ്. വെസ്റ്റ് ബംഗാൾ അതേപോലെ കേരളമൊക്കെ ഓഫ് ക്യാമ്പസ് ആണ്. അപ്പോൾ ഇവിടേക്ക് പ്രധാനമായിട്ടുള്ള മറ്റു കോഴ്സുകൾ BA ഓണേഴ്സ് വിഭാഗത്തിലുള്ള BA കോഴ്സുകളുണ്ട്. അവിടെ മലപ്പുറം ഇല്ല, മറ്റു സെൻറ്ററുകളുണ്ട്. അതേപോലെ തന്നെ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ അണ്ടർ സെൽഫ് ഫിനാൻസ് സ്കീം, അതേപോലെ BSc നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ ഈ പറയുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കീഴിലുണ്ട്. ഇത്രയും കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡയറക്റ്റ് അലിഗഡ് യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാം വഴിയാണെന്നുള്ളത് ഉറപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31 ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് CUT PG പരീക്ഷയുമായി ബന്ധപ്പെട്ടത്. ഡിഗ്രി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി നേരത്തെ സെപ്പറേറ്റ് വീഡിയോ CUT PG ചെയ്തിരുന്നു. രാജ്യത്തെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും PG അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എൻട്രൻസ് എക്സാമാണ് CUT PG 2025. അതിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 1 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നിലവിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും CUT PG അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിവിധ MA, MSc, MCom, MBA ഉൾപ്പെടെയുള്ള വിവിധ PG കോഴ്സുകൾ നിങ്ങൾക്ക് രാജ്യത്തെ ഏത് യൂണിവേഴ്സിറ്റിയാണ്, അലിഗഡ് യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ ജവഹർലാൽ JNU ആണോ അല്ലെങ്കിൽ ഹൈദരാബാദാണോ പോണ്ടിച്ചേരിയാണോ ജാമ്യയാണോ അല്ലെങ്കിൽ ഡൽഹി ആണോ ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളും PG എൻട്രൻസ് പരീക്ഷ എഴുതി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് CUT PG എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 1 എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള 2 പ്രധാനപ്പെട്ട ചില സ്കോളർഷിപ്പിൻ്റെ ഡേറ്റ് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പാണ്. ഫെബ്രുവരി 3 തീയതി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് നേരത്തെ തന്നെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 3. സർക്കാർ അതേപോലെ സർക്കാർ എയ്ഡ് സ്ഥാപനങ്ങളിൽ ഡിഗ്രി അല്ലെങ്കിൽ PG അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കാണ് ഈ പറയുന്ന CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 3. ഇനി അതേപോലെ മറ്റൊരു സ്കോളർഷിപ്പാണ് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 3. അതും ശ്രദ്ധിക്കുക, ഗവൺമെൻറ് എയ്ഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ, അത് പോളിടെക്നിക്ക് 3 വർഷം ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 3. ഈ പറയുന്ന സ്കോളർഷിപ്പിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി പ്ലേലിസ്റ്റിൽ സ്കോളർഷിപ്പ് എന്നുള്ള ആ ഒരു ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും ഡേറ്റ് വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക. ആരെങ്കിലും ഇനിയും അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നേരത്തെ പറഞ്ഞ മത്സര പരീക്ഷകൾ കൃത്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊക്കെ എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.